പെറ്റമ്മയേക്കാൾ സ്നേഹിക്കും നല്ലൊരു നാഥനെ ക്രൂശിന്മേലെ ജീവനെ തന്ന പൊന്നേശു തമ്പുരാനേ പെറ്റമ്മയേക്കാൾ സ്നേഹിക്കും നല്ലൊരു നാഥനെ ക്രൂശിന്മേലെ ജീവനെ തന്ന പൊന്നേശു തമ്പുരാനേ ക്രൂശിലെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി സിയു ദേവി അങ്കിളിനെ സാദരം ക്ഷണിച്ചു. ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായ സ്തോത്രം. പല ഭവനങ്ങളായിരുന്നു ഞങ്ങൾക്ക് എന്നീ ഭവനിൽ ഒന്നിച്ചു കൂടുന്നതിനും എന്നെ പാടി സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കടന്നു വന്നിരിക്കുന്ന കർത്താവേ, പ്രിയ ജെയിംസിലൂടെ കർത്താവെ ഒരുപാട് പുസ്തകത്തിനെ ആസ്പദമാക്കി രചിച്ച പുസ്തകത്തിന് പ്രകാശനം നടത്തുന്ന ചടങ്ങിനോടനുബന്ധിച്ചാണല്ലോ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവങ്ങൾക്കും ഈ സംഗീത സെഷനിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ പാടുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഗാനങ്ങൾ നമുക്ക് ഏവർക്കും ഇന്ന് ആത്മീയ ഉണർവിന് കാരണമായി തീരട്ടെ. ഈ പുതുവത്സര ദിനത്തിൽ നമുക്ക് കഴിഞ്ഞ ഒരു വർഷങ്ങളിലെ ദൈവം ചെയ്ത നന്മകളെ ഓർത്താൻ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനോ പറഞ്ഞു നിർത്താനോ ഒന്നും കഴിയത്തില്ല. അത്രമാത്രം അനന്തമായ നന്മകൾ കൊണ്ട് കഴിഞ്ഞ ഒരു വർഷം ദൈവം നമ്മെ നടത്തി. അതുകൊണ്ട് നമ്മെ കൺമണി പോലെ കർത്താവ് പരിപാലിച്ചു. ശരീരമായ അസ്വസ്ഥകളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമ്മെ വിടുവിച്ചത് കർത്താവിന്റെ കാര്യമാണ്. ബന്ധമോ സ്വന്തമോ കൂട്ടുകാരോ സ്നേഹിതരോ ആരുമില്ല. നമ്മെ നടത്തിയത് സർവശക്തനായ അഖിലാണ്ടത്തിനുടനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ കാര്യമാണ്.
കർത്താവിൻ കൃപയാലിനെ അവൻ നടത്തുന്നു. കരകരയെന്നും സുരക്ഷിതത്താലെ അവൻ നടത്തുന്നു. കരകരയെന്നും സുരക്ഷിതത്താലെ അവൻ നടത്തുന്നു. ദൈവമല്ലാതെ ആരെയാരുള്ളൂ? അവനെന്റെ ശാശ്വത സങ്കേതമേ, അവനെന്റെ സർവ്വവും എന്നാണമേ. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ? ദൈവമല്ലാതെ ആരെയാരുള്ളൂ? അവനെന്റെ ശാശ്വത സങ്കേതമേ, അവനെന്റെ സർവ്വവും എന്നാണമേ. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ? ദൈവമല്ലാതെ ആരെയാരുള്ളൂ? രക്ഷയാകും പരിചയന്നാശ്വാസം നിൻ സൗമ്യത എന്നും ഉന്നതമേ. നിൻ രക്ഷയാകും പരിചയന്നാശ്വാസം നിൻ സൗമ്യത എന്നും ഉന്നതമേ. നീ എന്റെ പാതയെ കാത്തുകൊള്ളും എന്നും, നീ എന്റെ സർവ്വവും എന്നാളുമേ. നീ എന്റെ പാതയെ കാത്തുകൊള്ളും എന്നും, നീ എന്റെ സർവ്വവും എന്നാളുമേ. നീ എന്റെ സർവ്വവും എന്നാളുമേ. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ? ദൈവമല്ലാതെ ആരെയാരുള്ളൂ? അവനെന്റെ ശാശ്വത സങ്കേതമേ, അവനെന്റെ സർവ്വവും എന്നാളുമേ. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ? ദൈവമല്ലാതെ ആരെയാരുള്ളൂ? The joy of this momentous occasion. Let me seize the opportunity to introduce the dignitaries seated on the dais. Right Reverend V.S. Francis, Bishop of CSI East Kerala Diocese.
Reverend Bobby Philip, Vicar, Chalet Marthoma Church, Ernakulam. Reverend Niju Thomas, Assistant Vicar, Chalet Marthoma Church, Ernakulam. Reverend Roy. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ ഈ മധ്യാഹ്ന സമയത്ത് നമുക്കൊരുമിച്ച് ഈ സ്ഥാപനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ചിട്ട് ഒരു പുസ്തക പ്രകാശന ചടങ്ങോടനുബന്ധിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ അസുലഭ അവസരത്തെ ഓർത്ത് ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന് ആയിരം സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കും. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് സാക്ഷ്യമൊക്കെ പറയാനാണെങ്കിൽ ഇന്നത്തെ യോഗം മകയാത്ര അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. ഇവിടെ നിൽക്കുന്നത് ഓർക്കുന്നുണ്ടെന്നറിയില്ല, 1989 കാലങ്ങളിൽ തൊടുകയിലുണ്ടായിരുന്ന ആദ്യ താമസ വീട്ടിൽ വെളിപ്പാട് പുസ്തക പഠനം ആരംഭിച്ചിരുന്നു. പക്ഷെ കുറച്ചുനാളെ ആ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ട ജെയിംസ് സാഹിബ് വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തെ ഒരു പുസ്തക രൂപേണ ഏറ്റവും മനോഹരമായി എഴുതി പൂർത്തീകരിച്ച് ഇന്ന് അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. അതിന്റെ പിന്നിൽ വളരെയധികം അധ്വാനമുണ്ട്. ഈ നാളുകളിൽ ശാരീരികമായ ക്ഷീണത്താലും മറ്റ് വളരെയധികം പ്രയാസത്താലും കഴിഞ്ഞ സമയത്ത് ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇപ്രകാരം ഒരു പുസ്തകം എഴുതി പൂർത്തീകരിച്ച് ഇന്ന് പ്രകാശനം ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. വെളിപ്പാട് യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന.
യേശുവിൻ നാമത്തിൽ ആരാധന രാജാധിരാജാവിൻ ആരാധന എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ പാടുന്നു ഞാൻ അങ്ങേയ്ക്ക് ആരാധന ഹല്ലേലൂയ 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 മുഖത്തുണ്ടായിരിക്കട്ടെ. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ജോൺ ജോസഫ് അച്ഛൻ, ഈ പുസ്തക പ്രകാശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആദരണനായ റവറൻ എസ് ഫ്രാൻസിസ് തിരുമേനി, റവറൻ ബോബി പിൽപ്പച്ചൻ, റവറൻ ബിജു തോമസ് അച്ഛൻ, സ്നേഹിതകളായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ആശംസ പ്രസംഗന്റെ റോളായിരുന്നു എനിക്കുള്ളത്. യാദർച്ഛികമായിട്ടാണ് ഒരു ഇനാഗുറൽ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ഒരു ദൗത്യം എന്റെ മേലെ ബന്ധപ്പെട്ടത്. ഞാൻ മനസ്സിൽ വിചാരിക്കാൻ ഒരു കത്തി എനിക്ക് തന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ഇതിലുള്ള ആൾക്കാരെല്ലാം ഞാൻ അടിച്ചു കൊടുക്കും. പക്ഷെ ഒരു ഉദ്ഘാടക പ്രസംഗം എന്ന് പറയുന്നത് വളരെ ടാസ്ക് പിടിച്ച ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ജെയിംസ് അച്ചാന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് എനിക്കത് നോ എന്ന് പറയാനും പറ്റത്തില്ല. നിൻഗാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ബഹുമാനപ്പെട്ട റോയച്ചൻ, ബഹുമാനപ്പെട്ട ബോബി ഫിലിപ്പച്ചൻ, ബഹുമാനപ്പെട്ട ലിജു അച്ഛൻ, ബഹുമാനപ്പെട്ട സാർ, വേദിയിൽ സദസ്സിലിരിക്കുന്ന ബഹുമാന്യനെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവാദനം. ഞാനെപ്പോഴും അനുഭവത്തോടെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ജെയിംസ് ചാന്റെ വൈഡ് കണക്ഷൻ. ഈ വൈഡ് കണക്ഷൻ എന്നുള്ളതിനേക്കാളും പ്രത്യേകിച്ച് സമൂഹത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരോട്, 2 തുറകളിൽപ്പെട്ട ആൾക്കാരോട് ജെയിംസ് ചാന് കൂടുതൽ കണക്ഷൻ ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി ആദ്യത്തെ പുസ്തകമായതുകൊണ്ട് ഇതിന്റെ കവർ വരച്ചത് ക്യാൻവാസിൽ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
താങ്ക് യു വെരി മച്ച്. ഒരു നല്ല കയ്യടിയോടെ നമുക്ക് ഈ പുസ്തക പ്രകാശനത്തിന് സാക്ഷ്യം വഹിക്കാം. ദൈവത്തിന് ഒരുപാട് നന്ദി പറയാം. ശ്രീ VC ജെയിംസണിന്റെ എത്രയോ വേദപുസ്തക പാരായണത്തിന്റെ, പ്രാർത്ഥനകളുടെ, ചിന്തകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒരു പുസ്തക രൂപേണ ഇന്ന് പുറത്തിറങ്ങുന്നത്. കൈയടിച്ച് നമുക്ക് ഈ പുസ്തക പ്രകാശനത്തിന് സാക്ഷ്യം വഹിക്കാം. എല്ലാവരും എണീച്ചു നിന്ന് ഭാവിയിലേക്ക് ഒരു വാതിൽ എന്ന പുസ്തകം ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നതാണ്. തിരുനാമബോധത്തിനായി ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യും. ബോബി ഫിലിപ്പ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ച പിതാവിനോടും അത് ഏറ്റുവാങ്ങിയ റവറന്റ് ബോബി ഫിലിപ്പിനോടുമുള്ള നന്ദിയെ ഈ സമയം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും. അത് ഇത്രയും സ്നേഹമുള്ള ജെയിംസൺ എന്ന് നമ്മൾ വളരെ ജെയിംസ് അച്ചായൻ സ്നേഹത്തോടെ വിളിക്കുന്ന VC ജെയിംസൺ ഉഷ ദമ്പതികളുടെ ക്രിസ്തുവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിശേഷമായ മിനിസ്ട്രിയുടെ ഭാഗമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ എല്ലാം വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള സ്നേഹവും അവരോടുള്ള ആദരവും ഉണ്ടാകും. അല്ലാതെ ആരും ഇവിടെ വന്നിട്ടില്ല. മുമ്പേ നമ്മൾ കേട്ടതുപോലെ അദ്ദേഹത്തിന് വളരെ വളരെ വിശാലമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അത് ഇന്നും വളരെ ഭംഗിയായിട്ട് സൂക്ഷിപ്പാനായിട്ട് പ്രിയ ജെയിംസൺ സ്വാമി സാധിക്കുന്നു. ആദ്യമായി അത്രയും സ്നേഹമുള്ള തിരുമേനി, മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ബിനുസാർ, സ്നേഹനിധികളായ വിശ്വാസ സമൂഹമേ, സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിന്റെ ഉപജ്ഞാതാവ് പ്രിയപ്പെട്ട ജെയിംസൺ, പ്രിയ ഉഷ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഈ പുസ്തകം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ ഒരു ടീസർ അല്ലേ? ഒരു നല്ല കൈയടിയോടുകൂടെ നമുക്ക് ആദ്യ ദിവസത്തെ സാക്ഷ്യം വഹിക്കാം. മനസ്സിലാക്കുന്നത് ഇത് ഞാൻ അവിടെ ഇരുന്നിട്ട് ഓർത്തെന്ന് പറയും, മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് 20 വർഷം എടുത്തു ഇത് രൂപഭാവമാക്കാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ടാമത് ഇറ്റ്സ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദി ബൈബിൾ സ്റ്റഡി. ഇത് 2 പ്രാവശ്യമായിട്ട് അവർ നടത്തിയ ബൈബിൾ സ്റ്റഡിയുടെ ഒരു സംഗ്രഹമാണിത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഗൈഡാണ്. കാര്യം ഞാൻ 2 പ്രാവശ്യം റിവലേഷൻ തരത്തരം വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. കൂടാതെ 1 ഇന്റർപ്രിട്ടേഷൻ വായിച്ചിട്ട് പകുതി വെച്ച് നിർത്തി.
അത്തരം സാറ് പറയുന്ന രീതി അനുസരിച്ച് ഭാഷയൊക്കെ നല്ലതാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ആൻ ഇൻസ്പിറേഷൻ ഫോർ മീ ടു റീഡ് ബൈബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് റിലേഷൻ മച്ച് ബെറ്റർ. So thank you very much. So I think I had the privilege of getting the first copy from Jameson's book. Thank you very much. തിരുമേനി, പ്രിയ അച്ഛന്മാരെ, പ്രിയ സാർ, ഞാനിവിടെ എറണാകുളം ശാലയം മാർത്തോമ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി വന്ന സമയത്താണ് ജെയിംസും ജാനയും ആന്റിയും എല്ലാം പരിചയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ സമയം മുതൽ ഈ സമയം വരെയും ഏറ്റവും നല്ല അനുഗ്രഹമായ രീതിയിലുള്ള ഒരു നല്ല ബന്ധത്തെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. പ്രത്യേകിച്ച് ഇരുവരുടെയും ജീവിതത്തെ നോക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ കൃപ അധികം അനുഭവിച്ച ഒരു കുടുംബമാണ് ഈ കുടുംബമെന്ന് പറയുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇതിനു മുൻപുള്ള സമയങ്ങളിൽ പോകുമ്പോൾ ഇതുപോലെ പുസ്തകം എഴുതുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ആകുവാനായിട്ട് ദൈവം ഇടയാക്കി. നിശ്ചയമായും അത് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള അനുഭവമാണ്. തുടർന്നുള്ള നാളുകളിലും പ്രിയ തിരുമേനിയും അച്ഛന്മാരും മറ്റുള്ളവരും ആശംസിച്ചതുപോലെ തുടർന്നുള്ള നാളുകളിലും ഈ ഒരു ശുശ്രൂഷയും ഇനിയും അനേകം ഗ്രന്ഥങ്ങൾ എഴുതുവാന്, അനേകം ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യും. ഇവിടെ നിൽക്കുവാനും എനിക്ക് അവസരം തന്ന ജെയിംസ് അങ്കിളിനും ഇതിന്റെ ഓർഗനൈസേഴ്സിനും എന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ MBBS ജോയിൻ ചെയ്ത വർഷം മുതൽ ജെയിംസ് അങ്കിളിനെ ഉഷാന്റി എനിക്ക് അറിയാം. ഞങ്ങളുടെ ക്യാമ്പസ് ക്രൂസൈഡിന്റെ മിനിസ്ട്രി ആയിട്ട് വന്ന ദേ ഹാവ് ടേക്കൺ അസ് അലോങ്. അപ്പോ ഇറ്റ്സ് എ ലോങ് അസോസിയേഷൻ. പക്ഷെ ഞാൻ നോക്കുമ്പോ ഇവിടെ എല്ലാരും അങ്കിളുടെ മെന്റീസാ. ഇൻ വൺ വേ ഓർ ദി അതർ എല്ലാവർക്കും അങ്കിളിനെ വളരെ അടുത്തറിയുന്ന ആൾക്കാരാണ്. എന്റെ ഒരു പഴയകാല അസോസിയേഷൻസ് ഒക്കെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. 40 വർഷക്കാലം മുമ്പിൽ പഴയ കാലത്തേക്ക് ഞാൻ കടന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജിലാണ് പഠിച്ചത്. 18-19 വയസ്സ് ഉണ്ടായിരുന്ന കാലിൽ സ്പ്രിംഗ് വെച്ച് പോലെ ഓടി നടക്കുന്ന VC ജെയിംസൺ, അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജൂനിയറായിട്ട് പഠിച്ച ഞങ്ങളുടെ കോളേജ് കാലഘട്ടം ഞാൻ ഇവിടുന്ന് ഓർക്കുകയായിരുന്നു. ഞാൻ അഞ്ചൽ സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് യുവൻ സഖ്യത്തിന്റെ സെക്രട്ടറി, VC ജെയിംസൺ അന്നത്തെ ഞങ്ങളുടെ സെന്റർ യുവൻ സഖ്യത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി. അതുപോലെ ജെയിംസ് ആന്റിയും ഷാന്റിയുടെയും പ്രവർത്തന കാലഘട്ടത്തിൽ തൊടുപുഴ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശൂർ ജില്ല. ആ തൃശൂർ ജില്ലയിൽ നിന്നും പല സ്റ്റുഡന്റ് ലീഡേഴ്സും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ കൂടെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള പലരും ഇവിടെ ആയിരിക്കുന്നുണ്ട്. മ്യൂസിക് മിനിസ്ട്രിയിലായിരിക്കുന്നവരും ഇവിടെ സൗണ്ട് ചെയ്യുന്ന വിനോദ് ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും ആ മിനിസ്ട്രിയുടെ ഒരു റിസൾട്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ നീത ചേച്ചി ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കാണുന്ന അനേകര് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇവിടെ ആയിരിക്കുന്ന എന്റെ വൈഫ് അനു ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയുടെ ഒരു റീച്ച് സാർ പറഞ്ഞതുപോലെ അച്ഛന്മാരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും മാത്രമല്ല മറ്റെല്ലാവരോടും, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആയിരിക്കുന്നവരോട്, എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളോടും ഒരു സ്വാധീനം അദ്ദേഹം ചെലുത്തുന്നുണ്ട്. അദ്ദേഹം ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് പ്രത്യേക പെക്യുലാരിറ്റീസ് ഉണ്ട്. എന്നെ ഐഡന്റിഫൈ ചെയ്തത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. 2003 ക്യാമ്പസ് സൂസൈഡ് സംഘടിപ്പിച്ച ഒരു ക്യാമ്പില് സംബന്ധിക്കുന്ന സമയത്ത് ആ ക്യാമ്പിൽ മുണ്ടെടുത്ത് വന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. അങ്ങനെയാണ് അദ്ദേഹം എന്നെ നോട്ട് ചെയ്തത്. പിന്നീട് എന്നെ ഉണ്ടായ സാഹചര്യം കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് ഞങ്ങളുടെ പാലക്കാട് ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റ് ലീഡറിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അന്ന് ഫ്യൂണറൽ സർവീസിന് പോകാനായിട്ട് സാധിച്ചില്ല. അവൾക്ക് 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എന്നാൽ ഞങ്ങൾ അവിടെ കടന്നുപോയി. തിരിച്ച് ഞങ്ങള് ഭവനത്തിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ജെയിംസ് ആൻഡ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കണ്ണിനെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഒരു കണ്ണടച്ച് നോക്കിയപ്പം ഒന്നും കാണുന്നില്ല. അന്ന് ഇടത്തെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. വലിയ ആഗ്രഹമായിരുന്നു ഈ പുസ്തകം. ഞങ്ങൾ വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന സമയം മുതൽ ആഗ്രഹം പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കും.
എന്നാൽ ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അതിനെയൊന്നും വകവയ്ക്കാതെ ഈ പുസ്തകം എഴുതണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ച് അത് ചെയ്തുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജെയിംസ് ഒരു കണ്ണ് വെച്ചിട്ട്, കാരണം വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് വായിക്കാനായിട്ട് തുടങ്ങും. ഒറ്റ കണ്ണിനെ കാഴ്ചയുള്ളൂ. ചിലപ്പോൾ അത് 1 മണി വരെ പോകും. കോവിഡ് സമയമായതുകൊണ്ട് മറ്റ് പ്രോഗ്രാംസ് ഒന്നുമില്ല. എന്നാൽ ജെയിംസ് പറഞ്ഞു, കർത്താവ് എനിക്ക് ഒരു കണ്ണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് എഴുതും. ഏതായാലും അങ്ങനെ ഇതിന്റെ എഴുത്തുകളൊക്കെ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് ശാരീരികമായിട്ടുള്ള ഒത്തിരി പ്രയാസങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം, ക്യാൻസറിനാല് ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സമയം. അത് കഴിഞ്ഞ് ഈ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും വീണ്ടും കണ്ണ് കാണാതെ വരുന്ന സമയത്ത് ഞാൻ പറയും, ജെയിംസ് ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ ഒന്ന് എഴുതാൻ. ദൈവം എന്നാ തിരികെ പിടിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ അത് വേഗം ചെയ്തു തീർക്കണം. ഞാനതിന് പിന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ബുക്കിന്റെ എഴുത്തുകൾ നടന്നുകൊണ്ടിരുന്നു. പലപ്പോഴും ഇതിന്റെ പ്രൂഫ് റീഡിങ്ങിന്റെ സമയത്ത് എനിക്കും വിഷമം തോന്നും. കാരണം എന്റെ 2 കൈക്കും തോടിനും വേദനയുള്ളതുകൊണ്ട് ഒത്തിരി സമയം എനിക്ക് ഇരിക്കാൻ പറ്റി. പിന്നെ ഞാനും രാത്രി 1 മണി വരെയൊക്കെ ഇരുന്ന് പ്രൂഫ് റീഡിങ് ചെയ്തു കൊടുക്കും. അപ്പൊ എന്നോട് പറയും, ചിലപ്പോൾ നിർബന്ധിക്കും, എങ്ങനെ സാരമില്ല വേദനയൊക്കെ, അങ്ങനെ അതൊക്കെ ചെയ്തു കൊടുത്തു. ഇത്രത്തോളം ഇത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് സഹായിച്ചു. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ പെട്ടെന്ന് കാഴ്ച പോയ കണ്ണില് ബ്ലഡ് ക്ലോട്ടിംഗ് ആയി. അതിന്റെ ഒരു സർജറി കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, കുറച്ചു ദിവസം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണം, വായിക്കരുത്, നോക്കരുത്. എന്നാലും ആശുപത്രിയിൽ നിന്ന് വന്ന സമയം മുതൽ വീണ്ടും വായന തുടങ്ങി. ഏതായാലും ദൈവഹിതം തന്നെ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവകൃപ മാത്രം, ഒന്ന് മാത്രമേ ഞങ്ങളുടെ ശാരീരികമായ പ്രയാസങ്ങളുടെ നടുവിൽ ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുള്ളൂ. അവിടുത്തെ കൃപ മാത്രം മതി. നീ തരുന്ന അവസാന ശ്വാസം വരെയും കർത്താവിന്റെ പേരിൽ മുന്നേറണം, അനേകരെ നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം. നിങ്ങൾ തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കോവിഡ് വന്നത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. എനിക്ക് കോവിഡ് വന്നത് നല്ല ഉടനെ കോവിഡ് കാലഘട്ടം ഇവിടെ പലരും ഓർമ്മിച്ചതുപോലെ 2003 മുതൽ 2009 വരെ 6 വർഷം എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ കുറച്ച് ആളുകൾ, കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ബാങ്കുകാരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ബൈബിൾ സ്റ്റഡി, 30 ആളുകൾ സാധാരണ സംബന്ധിക്കും. ഓരോ വീടുകളിൽ ഇങ്ങനെ മാറി മാറി പഠിക്കുമായിരുന്നു. അന്ന് ഒരുമിച്ച് തീരുമാനിച്ച് വെളിപ്പാട് പുസ്തകം പഠിക്കാം. അങ്ങനെയാണ് ഞാൻ വെളിപ്പാട് പുസ്തകം പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. കാരണം ഒരുമിച്ചുള്ള ഒരു പഠനം. ഇത് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയ സമയത്തുണ്ടായ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 7 തല 10 കൊമ്പ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആകപ്പാട് കൺഫ്യൂഷൻ. ഇതെല്ലാം സാധനം ഏതാണ്ടൊരു പാമ്പ് 7 തലയും 10 കൊമ്പൊക്കെ ആയിട്ട് വരുന്നു. ഇതൊക്കെ വായിക്കുമ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. അത് ഞാൻ കർത്താവിന്റെ വേലയിലോട്ട് വന്ന സമയം, പാലക്കാട് ഞാൻ പ്രവർത്തിക്കുന്ന സമയം, എന്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം സൊസൈറ്റിയുടെ ഫ്രണ്ടാണ്, ജെയിംസ് വർഗീസ് IAS. പുള്ളി അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിപ്പിക്കുക. അദ്ദേഹം ഞാൻ റോമാലേഖനം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് വെളിപ്പാടിലോട്ട് തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിന് IAS കിട്ടി. അദ്ദേഹം പോയത്. എന്നാൽ ഇത് പഠിക്കാൻ തുടങ്ങി. ഞങ്ങള് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ കുറെ അധ്യാപകർ ഒരുമിച്ചിരുന്നു. പഠിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ അത് മടക്കി വെച്ചു. നടക്കത്തില്ലാന്ന് തോന്നി. പിന്നീട് തൊടുപുഴ വന്നതിന് ശേഷമാണ് വീണ്ടും ഞാനിങ്ങനെ പല പുസ്തകങ്ങളും വായിച്ചു. അങ്ങനെ ഈ പുസ്തകം എഴുതാനായിട്ടുള്ള, പഠിക്കാനായിട്ട്, എന്തൊക്കെയോ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. തൃശ്ശൂരിൽ 6 വർഷം ഇത് തുടർമാനമായിട്ട് പഠിക്കുവാനും പഠിപ്പിക്കുവാനായിട്ടുള്ള അവസരം കർത്താവ് തന്നു. തുടർന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നു. 2009 കഴിഞ്ഞ് 2012 ഞാൻ എറണാകുളത്ത് വരുന്നത്. ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു റെഗുലർ ബൈബിൾ സ്റ്റഡി ഒന്നുമില്ല. പക്ഷേ ഉഷ പറഞ്ഞതുപോലെ മുമ്പേ ഈ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചുപോയി, പാലക്കാട് പോയി. പാലക്കാട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മാർച്ച് മാസം 1-ാം തീയതി എളംകുളം CSI പള്ളിയിലാണ് ഉഷ പ്രസംഗിച്ച് അവരുടെ ടെസ്റ്റ് മണി പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ മർത്തോമായിലെ അച്ഛൻ പറഞ്ഞു, അടുത്ത ആഴ്ച ഇവിടെ വന്ന് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 8-ാം തീയതി മർത്തോമ പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു.
അവള് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ പള്ളി പിന്നെ പൂട്ടൂല, കാരണം കോവിഡ് വന്ന് എല്ലാം ബ്ലോക്ക് ചെയ്യും. പക്ഷെ 15-ാം തീയതി പാലക്കാട് അടുത്തുള്ള ഒരു പുതിയ പള്ളിയിൽ അവിടെ അവള് അന്ന് 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിച്ചു. 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ എനിക്ക് കണ്ടു കാണുന്നില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം വന്ന് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കണം. എത്ര മണിക്കൂർ വണ്ടി ഓടിക്കുന്നതിനും അത് എത്ര വേഗത്തിൽ ഓടിക്കുന്നതിനും എനിക്ക് ഏറ്റവും സന്തോഷം. അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഒരു ദിവസം കർത്താവ് പിടിച്ചവിടെ ഇട്ടു. അത് കഴിഞ്ഞ് ബ്ലോക്കായി, കോവിഡ് വന്നു, പുറത്തോട്ട് പോകാൻ പറ്റാതെ വന്നു. അന്ന് തൃശ്ശൂരിൽ ഞങ്ങൾ 4 പേര് ഒരുമിച്ചത് ബൈബിൾ പഠിക്കാൻ തുടങ്ങി. 89 ദിവസം കൊണ്ട് വെളിപ്പാട് പുസ്തകം വീണ്ടും പഠിച്ചു. ആ സമയത്ത് അവിടെ പഠിച്ചിരുന്ന ഒരു മോൻ എന്നോട് പറയുന്നത്, അങ്കിളെ ഇതൊന്ന് യൂട്യൂബിൽ അല്ലെങ്കിൽ തന്നൂടെ, ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ കൊടുക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ തന്നെ പോയി ക്യാമറയും ലൈറ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ യൂട്യൂബിൽ ഇത് പറയണമെങ്കിൽ എഴുതണം, വെറുതെ പറയാൻ ശരിയാവില്ല. സത്യത്തിൽ 20 മിനിറ്റ് പറയാനുള്ള എപ്പിസോഡുകൾ എഴുതി തുടങ്ങിയതാണ് പുസ്തകമായിട്ട് വന്നത്. യൂട്യൂബിൽ അത് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും പുസ്തകമായിട്ട് അത് രൂപാന്തരപ്പെട്ടു. 51 അധ്യായം എഴുതി ഒരു കൺക്ലൂഷൻ ചാപ്റ്റർ 52 ചാപ്റ്ററാണ് ഞാൻ എഴുതിയത്. എന്നാൽ ഞാൻ തിരുമേനിയുമായിട്ട് പോയിരുന്നു സംസാരിച്ചു. തിരുമേനി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. തിരുമേനിയുമായിട്ട് പണ്ടേ പരിചയമുള്ളതുകൊണ്ട് വിളിക്കുമ്പോൾ പറയും, തിരുമേനി വേറെ ശല്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്നില്ല, ആരുമില്ലാതെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പൊ തിരുമേനി പറയും ഇന്ന ദിവസം പോരാൻ പറയും. എന്റെ പുസ്തകം അതിന്റെ DTP മുന്നിൽ 2-3 മണിക്കൂർ എടുത്താൽ തിരുമേനി വായിച്ചിട്ട് 1-2 അഭിപ്രായങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. അതൊക്കെ ഇന്ന് തിരുമേനി ഇവിടെ പറഞ്ഞ കാര്യമാണ്. അത് ഒക്കെ ഞാൻ ആ മുദ്രാജത്തിൽ തിരുമേനി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ 52 ചാപ്റ്ററിന് വല്ല പ്രത്യേകതയുണ്ട്? ഞാൻ പറഞ്ഞ അറിയത്തില്ല തിരുമേനി, എഴുതി വന്നപ്പോൾ 52 ആയിപ്പോയതേ ഉള്ളൂ. അതേ ദിവസം തന്നെ എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്നേഹിതൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. അവരോട് ഞാൻ ഈ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, എത്ര ചാപ്റ്റർ ഉണ്ട് ചായ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ 52 ചാപ്റ്റർ. പെട്ടെന്ന് അവരെന്നോട് പറഞ്ഞു, ഒരാഴ്ചയിൽ 1 ചാപ്റ്റർ ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഈ പുസ്തകം മുഴുവൻ വായിച്ച് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. എന്തായാലും തിരുമേനി അത് മനസ്സിൽ വെച്ചിട്ടാണോ ചോദിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. 52ന്റെ പ്രത്യേകത എന്താണ്? തിരുവേ അത് എനിക്ക് തോന്നുന്നത് 10-15 പ്രാവശ്യത്തിന് ഞാനത് വായിച്ച് വെച്ചാൽ DTP നോക്കണം, എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെന്നെ സഹായിച്ചൊരു ഫോണോട് ഇട്ടുകൊണ്ടായിരുന്നു ഈ DTP മൊത്തം ചെയ്തു തന്ന വിജിത എന്ന് പറഞ്ഞൊരു കുട്ടി. വിജിതോടൊന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് എഴുന്നേറ്റിരിക്കുന്നു. ഈ കുട്ടിയാണ് വിജിത ബിജോയ്. എനിക്ക് DTP മുഴുവൻ ചെയ്തു തന്നെ വിജിതയ്ക്ക് ഞാൻ കുറച്ച് കാശ് അയച്ചു കൊടുത്തു. വിജിത അതുപോലെ തിരിച്ച് കഴിച്ചു തന്നു. വെളിപ്പാട് പുസ്തകം മുഴുവൻ എന്നേക്കാൾ കൂടുതൽ വിജിതയ്ക്ക് അറിയാവുന്ന എനിക്ക് തോന്നുന്നത്. വേദപുസ്തകം നല്ലതുപോലെ ടൈപ്പ് ചെയ്യാനായിട്ട് പഠിച്ചു. ആദ്യമായിട്ട് ആ ബൈബിളൊക്കെ അടിച്ചു തുടങ്ങിയെന്ന് എനിക്ക് അറിയുന്നത്. എനിവേ ഇന്നത്തെ ഈ പ്രോഗ്രാം വിജിത സംബന്ധിക്കുന്നു. വീട്ടിൽ വന്നിരുന്ന് ഞാൻ പറയുന്ന എല്ലാം ചെയ്തു എന്ന് ഒത്തിരി സന്തോഷം. ഇതേ ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകം നിങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ജോണി പറയുന്നത് 1 കോപ്പി കൊണ്ടുപോകാൻ പറഞ്ഞു. 1 കോപ്പി കൊണ്ടുപോയാൽ ബാക്കി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 4, 5, 10 കോപ്പിയൊക്കെ കൊണ്ടുപോയാൽ പുസ്തകത്തിൽ തീരും. നിങ്ങൾക്കൊരു പുസ്തകത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിസൈബിൾഷിപ്പ് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അത് ഇവിടെ ഇന്ന് 300 രൂപയ്ക്ക് ഒരു നടന്നിട്ട് 350 രൂപ. കാരണം ഞാൻ ഒന്ന് വില കുറയ്ക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന്റെ ബാക്കി ചെലവുകളും ബില്ലുകളും ഒക്കെ വരുന്ന സമയത്ത് നല്ല ചെലവാണ്. ഇനിവേ അതിനെക്കുറിച്ച് ഞാൻ അത്രയും പറയുന്നുള്ളൂ. ഇതിന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനായിട്ടുള്ളത് അഭിവന്യ തിരുമേനിയോടാണ്. തിരുമേനി അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം, അച്ഛനായതിനു ശേഷം അറിയാം. തിരുമേനി എന്റെ വീട്ടിൽ അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒത്തിരി മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 87 മുതൽ അഭിവന്യ തിരുമേനിയുമായിട്ട് എനിക്കറിയാം. അവസാനം ബിഷപ്പിനെ ക്ഷേത്ര സമയത്ത് ഒരു ദിവസം ഉഷ വിളിച്ചു ചോദിച്ചു, അച്ഛാ ചുവന്ന ഉപ്പായം വല്ലതും തയ്ച്ചു വെച്ചിട്ടുണ്ടോ? ആ ഒരു ഫ്രീഡം. അപ്പം പറഞ്ഞു, വേറെ ആളുകളൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനെ മുഖത്തേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം തെരഞ്ഞെടുക്കപ്പെട്ടത് VS ഫ്രാൻസിസ് തിരുമേനിയാണ്. വളരെ സ്നേഹം, സന്തോഷം. അഭിവന്യ തിരുമേനി
ബിഷപ്പായിട്ട് വന്നു. ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയാം, സുവിശേഷത്തോട് ഭയങ്കര താല്പര്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സുവിശേഷ വേല അതിനെ ഒത്തിരി കൈത്താങ്ങൽ തരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ തിരുമേനിയോടുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും ചെല്ലാം, വളരെ ഫ്രീഡമായിട്ട്. ഞാൻ കഴിഞ്ഞൊരു മീറ്റിംഗ് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നില്ല. അപ്പൊ തിരുമേനി എന്റെ ഒരു സ്നേഹിതനും കുറെ നിൽക്കൊണ്ട് ജെയിംസൺ സാർ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അന്ന് തൃശ്ശൂരിൽ നമ്മുടെ യുയാക്കി തിരുമേനിയുടെ അടിയൻ പെങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചുപോയതുകൊണ്ട് എനിക്ക് മേലുകാവിൽ പോകാനായിട്ട് പറ്റിയില്ല. ഞാൻ തൃശ്ശൂരോട്ടാണ് പോയത്. അവിടെ പോയി അവസാനം ഏതായാലും ഞാൻ ഈ ബുക്ക് ബേസിന്റെ സമയമാണ്. ഞാൻ തിരുമേനിയോട് ചോദിച്ചു. തിരുമേനി പറഞ്ഞു, വേറെ ആളുകളൊക്കെ ഒത്തിരി ഇല്ലേ? ഞാൻ പറഞ്ഞു, അത് വേണ്ട, തിരുമേനി മതി എന്ന് പറഞ്ഞു. അവസാനം ഡേറ്റുകൾ കണക്ട് ചെയ്ത് അവസാനം പറഞ്ഞു, തിരുമേനി ഒരു ഡേറ്റ് പറ, ആ ഡേറ്റിൽ ആ പരിപാടി വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനി തന്ന ഡേറ്റ് ആണെന്ന് തിരുമേനി ഡേറ്റ് തന്നു. തക്ക സമയത്ത് കടന്നു വന്നു. തിരുമേനിയുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും അറിയിക്കുന്നു. ഈ പുസ്തക പ്രകാശനത്തിന് നന്ദി അറിയിക്കുന്നു. രണ്ടാമതായിട്ട് ഈ യോഗം അധ്യക്ഷനായിരുന്നത് പ്രിയപ്പെട്ട റോയ് പി തോമസ് അച്ഛനാണ്. അച്ഛൻ തന്നെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞ് തൊടുപുഴ ചെല്ലുമ്പോൾ തൊടുപുഴ വിമാൻ കോളേജിലായിട്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അന്ന് തുടങ്ങിയ ബന്ധം ഇന്നുമുണ്ട്. 87 തുടങ്ങിയ ബന്ധം 36 വർഷമായിട്ടും അദ്ദേഹം കുറച്ചുനാൾ ക്യാമ്പസ് സൊസൈറ്റി പ്രവർത്തിച്ചു. തുടർന്ന് അച്ഛനായി ഇന്നും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം തന്നു. നാളെ അവിടെ ആദ്യ കുർബാനയാണ്, സ്ത്രീകരണമാണ്. തിരുമേനിയാ പോകുന്നത്. അച്ഛൻ അത് ഒത്തിരി തിരക്കുണ്ട്. എന്നോട് ചോദിച്ചു, സാറേ ഞാൻ വരണോ? ഞാൻ പറയും, അച്ഛൻ വന്നില്ല പിന്നെ ആരാ വരുന്നത്? അങ്ങനെ തിരുമേനിയുടെ കൂടെ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. പ്രിയപ്പെട്ട റോയ് പി തോമസ് അച്ഛനോട് നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് സംബന്ധിച്ചിരുന്നത് കാക്കനാട് CSI കമ്പങ്ങോപ്പള്ളിയിലെ സോളമനച്ചനാണ്. കാരണം ഞാനും ജയിക്കുമ്പോൾ ഒക്കെ സോളമനച്ചനൊക്കെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഒരേ സമയത്ത് കോളേജിൽ പഠിച്ച ആളുകളാണ്. അച്ഛൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വരാനായിട്ട് പറ്റുന്നില്ല. എനിവേ അതിന് പകരക്കാരനായിട്ട് ദൈവം തക്കതായ ഒരു വ്യക്തിയാണ് കൊണ്ടുവന്നത്, ബിനു വർഗീസ്. അദ്ദേഹം ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള മോനാണ്. കുഞ്ഞിനാളിൽ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയാണ്. ഞങ്ങൾ കാണിച്ച കുരുത്തക്കേടുകളും പരിപാടികളൊക്കെ അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. തുടർന്ന് അദ്ദേഹം SI ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ സർക്കിളായി. മല്ലപ്പള്ളിയിലൊക്കെ സർക്കിളായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മല്ലപ്പള്ളി ഉഷയുടെ വീട് മല്ലപ്പള്ളിയെ പോകുന്ന സമയത്ത് അവിടെ പോയിരുന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരുന്ന് സംസാരിക്കും. തുടർന്ന് എന്റെ അമ്മ മരിച്ചു. ആ സമയത്താണ് ബിനുവിന്റെ അമ്മ വന്ന് പറഞ്ഞത് അവനിപ്പം എറണാകുളത്താണ്. പിന്നെ അമ്മനെ ഞാൻ വിളിച്ചു ചോദിച്ചു. ഇവിടെ DYSP ആയിട്ട് തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ പ്രോഗ്രാം ചോദിച്ചു, എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുമോ? എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുന്നു. പറഞ്ഞു, ഈ ശനിയാഴ്ച പോകണ്ടെന്ന് പറഞ്ഞു. ശരി, പോകുന്നില്ല, ഇവിടെ വരണമെന്ന് പറഞ്ഞു. വന്നു. ദൈവം ബിനുവിനെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് തമ്പുരാൻ ഒരുക്കിയ ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ബിനു വർഗീസിനോട് നന്ദി സ്നേഹവും. ഈ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റുവാങ്ങുന്ന ആരാ? എനിക്കിതിന്റെ ചടങ്ങുകളൊന്നും അറിയത്തില്ല. ഞാൻ ഒന്നിട്ട് കാരണം ചോദിച്ചു പറഞ്ഞു, ഒരാൾ റിലീസ് ചെയ്യും, വേറൊരാൾ ഏറ്റുവാങ്ങും. അപ്പൊ ഏറ്റുവാങ്ങുന്ന ആളാണോ റിലീസ് ചെയ്യുന്ന ആളാണോ വലിയ പുള്ളി എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതെന്തോ ആരെന്തൊക്കെയോ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ തിരുമേനിയുടെ ഡേറ്റ് കിട്ടിയോണ്ട് എന്റെ മനസ്സിലോട്ട് വന്നൊരു ചോദ്യം, ഈ പുസ്തകം വാങ്ങിക്കാനായിട്ട് ഞങ്ങളുടെ അച്ഛനോട് ചോദിക്കണം, ബോബി അച്ഛനോട്. ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛാ ജനുവരി മാസം 6-ാം തീയതി ഫ്രീ ആണ്. അച്ഛൻ പറഞ്ഞ ഫ്രീ ആയി ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ പുസ്തകം, ഞാൻ നേരത്തെ അച്ഛനോട് പുസ്തകത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുമേനി ഡേറ്റ് കിടന്നു. അച്ഛന് ആ പുസ്തകം ഏറ്റുവാങ്ങാമെന്ന് സംബന്ധിച്ചു. അച്ഛനോട് കടന്നു വന്നു. അച്ഛനോടുള്ളതായ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ലിജു അച്ഛനും ആദ്യ കോപ്പി അതിന്റെ ആ ചടങ്ങ് നിർവഹിക്കുന്ന ആരാണ്? ഞാൻ തന്നെ അച്ഛനെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങളുടെ മിനിസ്ട്രിയുമായിട്ട് ഒത്തിരി ഇൻവോൾവ് ചെയ്യുന്ന ആളാണ് TK എബ്രഹാം സാർ. ഞാൻ നമ്മുടെ ലേ മിനിസ്ട്രിയിലും അതുപോലെ ലീഡർ ബാങ്ക് മിനിസ്ട്രിയിലും ഒക്കെ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഇൻവോൾവ് ചെയ്യുന്നു. ഞാൻ സാറിനെ വിളിച്ചു, സാറേ പുസ്തകം ഏറ്റുവാങ്ങാമെന്ന് ചോദിച്ചു. അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം TK എബ്രഹാം സാറിനോട് ബിജു അച്ഛനോടുള്ളതായ
നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ ആശംസ പറഞ്ഞ ആളുകൾ ഡോക്ടർ റേച്ചു തോമസ് തൃശ്ശൂർ മർത്തോമാ പള്ളിയിലെ മെമ്പർ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് വേറെ സമയത്തുള്ളതേ ഉള്ളൂ. ഞങ്ങൾ തൃശ്ശൂരുള്ള സമയത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഞങ്ങൾക്കൊരു പ്രെയർ ഉണ്ടായിരുന്നു. അതിനകത്ത് വന്നിരുന്ന ഡോക്ടേഴ്സ് എല്ലാമായിട്ട് ഇപ്പോഴും ആ കണക്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും അടുത്ത ഉള്ള ഒരാളാണ് ഡോക്ടർ റേച്ചു. ഞങ്ങളുടെ കുടുംബ ഡോക്ടറാണ്. ഏത് കാര്യത്തിനും അങ്ങോട്ട് വിളിച്ചാൽ മതി. എന്നെ ഒരു രോഗിയാക്കിയത് റേച്ചുവാണ് ഞാൻ എപ്പോഴും പറയും. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി. ഞാൻ ടോമിയെ വിളിച്ചു അദ്ദേഹം എങ്ങനെയാ മരിച്ചത്, പുള്ളിക്ക് BP ഉണ്ടായിരുന്നത് മാത്രം ടോമി പറഞ്ഞു. അപ്പൊ ഞാൻ പോയി BP നോക്കിയപ്പോൾ എനിക്ക് BP ഉണ്ട്. അപ്പൊ ഞാൻ റേച്ചുവിനെ വിളിച്ചു പറഞ്ഞു, മോളെ എനിക്കൊരു BPയുടെ ഗുളിക വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ് ഒരു 5 മിനിറ്റ് എന്നെ വിളിച്ചു. അവളെ വാട്സാപ്പ് നോക്കാൻ പറഞ്ഞു. നോക്കിയോടെ അതിനകത്ത് ഒരു 10-25 ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ടെസ്റ്റ് എല്ലാം കൂടെ തന്നില്ലെങ്കിൽ ഞാൻ ഇന്നും ആരോഗ്യത്തോടെ ജീവിച്ചു തന്നെ. ടെസ്റ്റ് എല്ലാം ഇട്ടപ്പോഴേ എനിക്ക് ഒത്തിരി അസുഖമുണ്ടെന്ന് മനസ്സിലായിരുന്നു. അങ്ങനെ എന്നെ രോഗിയാക്കി മാറ്റിയതിനുള്ള പ്രധാന പങ്ക് ഡോക്ടർ റേച്ചുവിനാ ഉള്ളത്. ഇതുവരെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്താനായിട്ട് ദൈവം അവസരം തന്നു. ഇന്നും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ റേച്ചുവിനോടുള്ള ആ കുടുംബത്തോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ ജേക്കബ് മാത്യു, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന അദ്ദേഹം പ്രീ ഡിഗ്രി ഞങ്ങളുടെ കോളേജിലൊക്കെ ഇങ്ങനെ പള്ളിയും ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരു ദിവസം ഞാൻ ബോംബെയിൽ ട്രെയിൻ കയറാനായിട്ട് ഞാനും എന്റെ വൈഫും എന്റെ മോൾ എന്റെ കയ്യിലുണ്ട്. അവള് കുഞ്ഞാണ്, 1 വയസ്സോ 2 വയസ്സേ ഉള്ളൂ. നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്നെ തട്ടിയിട്ട് ചോദിച്ചു, എടോ തന്നെ ഞാൻ എവിടെയോ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ജയിക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഇന്ന് അദ്ദേഹം എയർഫോഴ്സിലെ വലിയൊരു ഓഫീസറാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ പഴയ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് അന്ന് യാത്ര ചെയ്തത്. തുടർന്ന് അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്താണോ വിരമിച്ചാണോ, തുടർന്ന് ഐഡിയ സെല്ലുലാർ ഫോണിന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം എറണാകുളത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൂനെയില് അവിടെ ഒരു പള്ളിയിൽ മർത്തോമ പ്രസംഗിച്ച് പുറത്തിറങ്ങി എടോ എന്ന് പറഞ്ഞ് ഓടി വരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. പിന്നെ 2006 മുതൽ. തുടർന്ന് അദ്ദേഹം ബോംബെയിലായിരുന്നു. ഐഡിയയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടും അദ്ദേഹം പിന്നെ വിരമിച്ചു. എറണാകുളത്ത് വന്ന് സെറ്റ് ചെയ്തു. അതിന്റെ പോക്ക് ഞാൻ പറഞ്ഞപ്പോ ആദ്യമൊക്കെ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ വർഷം മാരാമൺ കൺവെൻഷൻ ഞാനൊരു കെട്ടുകൊണ്ട് കൈകോട്ട് കൊടുത്തു. ഇത് വായിക്കാൻ പറഞ്ഞു. അവനത് വായിച്ചു ഭാഷാശുദ്ധിയൊക്കെ വരുത്തി തന്നു. പല പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടേക്ക് ഡിസ്കഷനൊക്കെ ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ സുനിൽ പറഞ്ഞതാണ്. അവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സുനിലിനോടുള്ളതായ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ എത്ര പേര് വരില്ല എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പലരെയും ഫോൺ ചെയ്തു, വാട്സാപ്പ് ഇട്ടു. ഈ മീറ്റിംഗ് സംബന്ധിച്ച് നിങ്ങളോട് എല്ലാവരും ഉള്ളതായ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഈ ഹോള് എനിക്ക് ഒരുക്കി തന്നത് ഞങ്ങളുടെ പള്ളിയിലുള്ള ബിജീഷ് ജോൺ. അദ്ദേഹം ഈ രാമവർമ്മ ക്ലബിന്റെ മെമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് ഹോള് ലഭിച്ചത്. ബിജീഷിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ജയിക്കോട് ഓർപ്പിച്ച ഞങ്ങളെയൊക്കെ വേറെ പുസ്തകം പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു, ഏബ്രഹാം സി മാത്യൂസ്, ABC എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ പള്ളിയിൽ. അദ്ദേഹത്തിന്റെ ഞാൻ ഈ കല്യാണത്തിന് ഞാൻ പറ്റുന്നു. സാറ് അവിടെ ഞാൻ ചോദിച്ചു, സാറേ എന്നെ അവിടെ ഇരിക്കുന്നത് എന്റെ മോനാ കെട്ടിയത്. അങ്ങനെ ജയിക്കുമ്പോ അത് വീണ്ടും ഓർപ്പിച്ചു. അങ്ങനെ ഈ മീറ്റിംഗ് സംബന്ധിച്ച് എല്ലാവരോടും നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഞങ്ങളുടെ ദൈവമേ, സർവ്വസ്ഥപിതാവേ, ഞങ്ങൾക്ക് നല്ല സ്നേഹത്തിനായിട്ട് നമുക്ക് നന്ദി സ്തോത്രം. ദൈവമായ കർത്താവേ, ഇന്ന് ഈ മീറ്റിംഗ് ആദ്യമോടൊപ്പം ഏറ്റവും അധികമായി തന്ന ദൈവപ്രയോഗത്തെ ഞങ്ങൾ നമുക്ക് നന്ദി സ്തോത്രം അർപ്പിക്കുക. നല്ല കർത്താവ് ദൈവമേ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചെടുക്കുവാനെ കൊണ്ട് നീ ഞങ്ങളെ സഹായിച്ചുള്ള സ്തോത്രം. കർത്താവയുടെ നടന്ന ഓരോ കാര്യങ്ങളും ദൈവസാന്നിധ്യത്തിനാണ് ഞങ്ങൾ നന്ദി സ്തോത്രം അർപ്പിക്കുന്നത്. കർത്താവയോളം നാളുകളായിട്ട് ജെയിംസ് മുഷി ഒരുപാട് പുസ്തകം പഠിക്കുവാനും നീ അവരെ സഹായിച്ചുള്ള സ്തോത്രം. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവത്തെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് സ്തോത്രം. അതിന്
പലരുടെയും നാവോട്ട് കേൾക്കുവാനും കൊണ്ട് ദൈവം സഹായിക്കാനായിട്ട് കർത്താവെ തോന്നുന്നു എന്റെ സാഹചര്യം മുറിവേൽപ്പിക്കാൻ ജീവിക്കാനും കൊണ്ട് നീ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ നമ്മോട് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജെയിംസിനോടും കുടുംബത്തോടും ഇന്ന് പ്രകാശനം ചെയ്ത പുസ്തകം വായിക്കുന്ന എല്ലാ മക്കളോടും ഇന്ന്